1523 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കൊടുങ്ങല്ലൂർ കോട്ട. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം എന്ന സ്ഥലത്താണിത്. കോട്ടപ്പുറം കോട്ട, ക്രാങ്കന്നൂർ കോട്ട, സെന്റ് തോമസ് കോട്ട, ടിപ്പുവിന്റെ കോട്ട എന്നെല്ലാം ഇത് അറിയപ്പെടുന്നു. കൊച്ചിയിൽ പോർച്ചുഗീസ് മേധാവിത്വത്തിന്റെ 3 നെടും തൂണുകളിലൊന്നാണിത്. മറ്റു 2 എണ്ണം 1505 നിർമ്മിച്ച ഇമ്മാനുവൽ കോട്ടയും 1503 പള്ളിപ്പുറം കോട്ടയുമാണ്. കടൽ മൂലമുള്ള ആക്രമണങ്ങളെ സമർത്ഥമായി ചെറുക്കാൻ സാധ്യമായ സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിർത്തലാക്കിയ കോട്ടപ്പുറം ജെട്ടിക്ക് അല്പം കിഴക്കായി കൃഷ്ണൻ കോട്ടയുടെ പടിഞ്ഞാറായി ഒരു കോണിലാണ് ഇതിന്റെ സ്ഥാനം. അകത്ത് കൊത്തളങ്ങളും വെടിക്കോപ്പുശാലയും ഉള്ള ഒരു ചെറിയ കുന്നിൻപുറം ഉൾപ്പെടുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം. 18 അടി വീതിയുള്ള കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൾ കൊണ്ടാണ്. പോർച്ചുഗീസ് കോട്ടകളിൽ വെച്ച് അതിബലിഷ്ഠവും അജയ്യവുമായിരുന്നു ഈ കോട്ട. ഉർബാനോ ഫിയാൽഹോ ഫെരീര എന്ന ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. ബറ്റേവിയിലെ ആസ്ഥാനത്തു നിന്നും കോട്ട പിടിക്കാനുള്ള കൽപ്പന ലഭിച്ച ഡച്ചുകാർ കൊല്ലത്തുനിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വന്നു. എന്നാൽ കൊച്ചി രാജാവ് പാലിയത്തച്ഛന്റെ നേതൃത്വത്തിൽ 400 നായർ പടയാളികളോടൊപ്പം കോട്ടയിൽ തമ്പടിച്ചു. സാമൂതിരികളുടെ സഹായം ഉണ്ടായിരുന്ന ഡച്ചുകാർ കടൽ മാർഗങ്ങൾ ഉപരോധിക്കുകയും പിന്നീട് കോട്ടയ്ക്കടുത്തായി ഒരു തുരങ്കം നിർമ്മിക്കാൻ ആരംഭിച്ചു. എന്നാൽ പോർച്ചുഗീസുകാരുടെ പീരങ്കിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഡച്ചുകാർ സന്ധിക്കപേക്ഷിച്ചെങ്കിലും ഫിയാൽഹോ ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ പാലിയത്തച്ഛൻ പോർച്ചുഗീസുകാരെ ഒറ്റിക്കൊടുത്തു. കോട്ടയിൽ നിന്ന് തന്ത്രപൂർവം പുറത്തുകടന്ന പാലിയത്തച്ഛൻ ഡച്ചുകാരെ സന്ധിച്ച് കോട്ടയിൽ എളുപ്പം പ്രവേശിക്കാവുന്ന മാർഗം പറഞ്ഞുകൊടുത്തു. 1662 ജനുവരി 15 ഡച്ചുകാർ ആക്രമണം പുനരാരംഭിച്ചു. പീരങ്കി കൊണ്ട് കോട്ടയിൽ വിള്ളലുണ്ടാക്കാനും അതുവഴി അകത്തേക്ക് കയറാനും അവർക്ക് കഴിഞ്ഞു. കോട്ടയുടെ പ്രധാന ഭാഗങ്ങൾ കൈക്കലാക്കിയതോടെ പോർച്ചുഗീസുകാർ തോണികളിൽ കയറി അമ്പഴക്കാട്ടെ സെമിനാരിയിലേക്ക് രക്ഷപ്പെട്ടു. ഫിയാൽഹോയും 200 പോർച്ചുഗീസ് പട്ടാളക്കാരും 100ഓളം നായർ പടയാളികളും കൊല്ലപ്പെട്ടു. 1761 ഹൈദരലി മൈസൂരിലെ ശക്തനായ മന്ത്രിയെ അട്ടിമറിച്ച് മൈസൂരിലെ എല്ലാ അധികാരമേഖലകളുടെയും നിയന്ത്രണം പിടിച്ചെടുത്തു. അങ്ങനെ അദ്ദേഹം മൈസൂർ രാജ്യത്തിന്റെ യഥാർത്ഥ തലവനായി. ബെഗ്നൂർ, സുന്ദ, സെറ, കാനറ എന്നീ രാജ്യങ്ങൾ പിടിച്ചെടുത്ത് അതിൻ്റെ എല്ലാം വിപുലീകരണത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിച്ചു. 1766 മലബാറിലേക്ക് ഇറങ്ങി ചിറക്കൽ, കോട്ടയം, കടത്തനാട്, കോഴിക്കോട്, വള്ളുവനാട്, പാലക്കാട് എന്നീ പ്രദേശങ്ങളും കൈവശപ്പെടുത്തി. എന്നാൽ 25 വർഷങ്ങൾക്കുശേഷം ടിപ്പു സുൽത്താന്റെ കാലത്ത് അദ്ദേഹം മലബാർ കീഴടക്കുകയും തിരുവിതാംകൂർ ലക്ഷ്യമാക്കുകയും ചെയ്തപ്പോൾ തിരുവിതാംകൂർ നെടുങ്കോട്ട ശക്തിപ്പെടുത്താൻ ആരംഭിച്ചു. മൈസൂരിന്റെ സാമന്ത പ്രഭുവായിരുന്നു കൊച്ചി രാജാവ്. അദ്ദേഹം തന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഡച്ചുകാർ കൈവശപ്പെടുത്തിയിരുന്ന കൊടുങ്ങല്ലൂർ കോട്ടയും ഐക്കോട്ടയും 1789 ജൂലൈ 31 3 ലക്ഷം നൽകി ഡച്ചുകാരിൽ നിന്നും വാങ്ങി. ഗത്യന്തരമില്ലാതെ ഡച്ചുകാർ വിറ്റു എന്ന് പറയാം. അവരെ അത്രയ്ക്ക് സമ്മർദ്ദത്തിലാക്കിയിരുന്നു മാർത്താണ്ഡവർമ്മ. ദളവ കേശവ പിള്ളയാണ് ഇത് സാധിച്ചെടുത്തത്. ടിപ്പു സുൽത്താൻ ഇതേ സമയത്ത് കോട്ടയുടെ അവകാശം സംബന്ധിച്ച് കൊച്ചി രാജാവിനോട് ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 1909 തിരുവിതാംകൂർ സർക്കാർ സ്ഥാപിച്ച കോട്ടസംരക്ഷണ സ്തൂപം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനു മുമ്പ് തിരുവിതാംകൂറിന്റെ സഖ്യകക്ഷിയായ മദ്രാസ് ഗവർണറോട് കോട്ടകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കത്തയച്ചു. ഗവർണർ പൗണിയെ രാജാവുമായി സംസാരിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയില്ലെന്ന് വന്നതോടെ മൈസൂർ സൈന്യം 1787 ഡിസംബറിൽ നെടുങ്കോട്ടയുടെ മേലൂരുള്ള ഭാഗം ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. തിരുവിതാംകൂർ സൈന്യം ആദ്യം ചിതറിയോടിയെങ്കിലും വർദ്ധിച്ച വീര്യത്തോടെ തിരിച്ചടിച്ചു. ഇതിൽ മൈസൂർ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും അവർ പിൻവാങ്ങുകയും ചെയ്തു. മൈസൂർ പക്ഷത്ത് സെമാൾ ബേഗ് പോലുള്ള സൈന്യാധിപന്മാർ മരണമടഞ്ഞു. കൂടുതൽ പോഷക സേനകളുമായി അതേ വർഷം ഏപ്രിൽ 15 നെടുങ്കോട്ട ആക്രമിച്ച് 6 ദിവസം കൊണ്ട് 1 കിലോമീറ്ററോളം നീളത്തിൽ കോട്ട നശിപ്പിക്കുകയും തുടർന്ന് മെയ് 7 കൊടുങ്ങല്ലൂർ കോട്ട പിടിക്കുകയും ചെയ്തു.
പിന്നീട് ഒന്നൊന്നായി പള്ളിപ്പുറം, പറവൂർ, കുര്യാപ്പള്ളി എന്നീ കോട്ടകളും പിടിച്ചു. എന്നാൽ ഇംഗ്ലീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്നറിഞ്ഞ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം മതിയാക്കി തിരിച്ചുപോയി. ഇന്ന് ഈ കോഡൂരം കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഒരു ചരിത്ര സൈറ്റായി സംരക്ഷിക്കപ്പെടുന്നു. കേരളത്തിലെ പുരാതന സമുദ്രവും വ്യാപാര ചരിത്രവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഇത്. സൈറ്റിലേക്കുള്ള സന്ദർശകർക്ക് അതിന്റെ അവശിഷ്ടങ്ങൾ നേരിൽ കാണാനും ചരിത്രത്തെക്കുറിച്ച് അറിയാനും പെരിയാർ നദി, യുദ്ധം, സാംസ്കാരിക കൈമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.